എന്താ സർപ്രൈസ്? എന്താ പറഞ്ഞോ? എന്താ പറഞ്ഞോ? ഇവിടെ ഇവിടെ എന്താ പറയാ? ഗായ്സ് ഇന്റെ അപർണ കിട്ടിയായിരുന്നു വിളിച്ചു. ഗായ്സ് ഇന്റെ അപർണ ഇവനോ 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 അതിന്റെ അപ്പീന്റെ വെള്ളത്ത് കളിക്കാ. വേറെ ഒന്നിനും കളിക്കല്ലേ. ഫ്രീസ് ആയിക്കൊണ്ടിരിക്കല്ലേ. ഇവിടെ നിന്ന് വിട പറയുകയാണ്. ബൈ ബൈ. ഗുൽമർഗ് ആണോ സോനാമാർഗ് ആണോ ഇഷ്ടപ്പെട്ടത്? സോനാമാർഗ്. ഗുൽമർഗ് എനിക്ക് കേബിൾ കാർ കിട്ടാത്തതുകൊണ്ടാണോ ലൈക്ക് ആവാത്തതെന്ന് അറിയില്ല. ബട്ട് സോനാമാർഗ്. നോട്ട് ബുക്കിന്റെ ചട്ടയിൽ കാണുന്ന മാതിരത്തെ മലനിരകളാണ്. പിന്നെ അതേമാതിരി ഗോഡ റൈഡും ഉണ്ട്. ഒരുപാട് മഞ്ഞുള്ള നല്ല പ്ലേസും ഉണ്ട്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സുഹൃത്തുക്കളെ. നമ്മൾ കാശ്മീർ വരുന്നവർ എന്തായാലും ഡോണ്ട് മിസ് ഇറ്റ്. കാശ്മീർ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു റൂട്ടും ഒരു പ്ലേസുമാണ് സോനാമാർഗ്. ഓക്കെ, നമുക്ക് പോവാം. കുറച്ച് എങ്ങനെയുണ്ട് എൻ്റെ എക്സ്പീരിയൻസ്? ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ? അതെ, മഞ്ഞ് കാണണം എന്നുള്ളല്ലേ. സോനാമാർഗ് ക്ലബ്, സോനാമാർഗ് ഡെവലപ്മെന്റ് അതോറിറ്റി. നിങ്ങൾക്ക് ബോർഡ് കാണാം സുഹൃത്തുക്കളെ. എല്ലാത്തിനും കിളി പറയും കേട്ടോ, കാരണം വെള്ളം കുടിക്കാതെ നടന്നിട്ട് അല്ലേ. മലയാളി ആദർശ് പി സുരേഷ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആയിക്കോട്ടെ, ബൈ. കാശ്മീർ വന്നിട്ട് എരന്നരം സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കുക. മലകളൊക്കെ നോക്ക്, അല്ലേ? പഠിച്ചോനെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊന്നും കാണാതെ തട്ടിപ്പോയാല് എന്തൊരു കാര്യമുള്ളപ്പേല്. അതൊക്കെ നമ്മൾ 2 3 നോട്ട്ബുക്കിന്റെ ചട്ടമ കാണുമ്പോ നമ്മൾ ഒരിക്കലെങ്കിലും എക്സ്പെക്ട് ചെയ്തില്ല. അല്ല, നമ്മൾ വിചാരിച്ചിരുന്നു നമ്മൾ ഇവിടെ എത്തിപ്പെടുന്നൊക്കെ. എന്താല്ലേ ഡ്രീം ഡ്രീം നമ്മൾ പിന്തുടരണം. ഇതൊക്കെ മുഖത്തൊക്കെ ഒരു പ്രകൃതിന്റെ ഒരു സാധനല്ലേ. ഒരു സൈഡിൽ മഞ്ഞുണ്ട്, തൊട്ട സൈഡിൽ മഞ്ഞില്ല. ആ മലയമ്മയ്ക്ക് നോക്കി, ആ നിഴല് നോക്കി, ഇപ്പുറത്തെ മലേന്റെ നിഴല് ഉണ്ടോ? ശരിക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് ശരിക്കും നോക്കിക്കോ. ഇനി ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാണാൻ പറ്റുള്ളൂ. ഗൈസ്, ഇതിന്റെ ബാക്കിൽ ഇപ്പൊ നിങ്ങളൊരു മലനിരകൾ കാണില്ലേ? അതിന്റെ ബാക്കിലാണ് നമ്മുടെ സൂര്യനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ നിഴലടിക്കുന്നത്. ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കേട്ടോ. അത് എന്താ പറയാ, അങ്ങനെ പറയാ. ഇതിപ്പോ നിങ്ങൾ ഈ ക്യാമറയിലൂടെ കാണുന്ന പോലെയല്ല, ഇതിന്റെ ശരിക്കത്തെ കണ്ണിലൂടെ കാണുമ്പോൾ അതെ. നേരത്തെ ഹൈക്ക് ചെയ്തിട്ടാ വന്നിനെ. മീൻസ് മല കയറി ഞാൻ ഉദ്ദേശിച്ചത് മല കയറി വന്നിനെ. അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി അവിടെയുള്ളത്, ആ താഴത്തുള്ളത്. ഇനി നമുക്ക് അവിടെ എത്തണം. നോക്കി, നല്ല ഗോൾഡൻ അവേഴ്സ്, ഗോൾഡൻ മൊമെന്റ്സ്. വഴുക്കുവോ? അമ്മ മെല്ലപ്പോ നിക്ക്, ഞാനുണ്ട്. അമ്മോ അവിടെ നിക്ക്, നോക്കിട്ടോ. ഈ റൂട്ട് നന്നായില്ലേ, ഷോട്ട് എടുത്തിട്ട്. നോക്കാകുമ്പോൾ നല്ല വഴുക്കുണ്ടേ, നല്ല വഴുക്കുണ്ട്. ചളി പൂണ്ട് പോയിക്കോ, എന്നാലും കുഴപ്പമില്ല. ചളി ചവിട്ടിപ്പോ നമുക്ക്. ഇവിടെ ഫുള്ള് ചളി ഉണ്ട് കേട്ടോ ഗൈസ്. ആ തലക്കെന്നാണ് നമ്മളിപ്പോ ഇവിടെ എത്തിയത്. ആ സൈഡിൽ മഞ്ഞ്, ഈ സൈഡിൽ മഞ്ഞില്ല. ഫുള്ള് മഴ. മറ്റേ ക്രിസ്മസ് ട്രീ ആട്ടോ. ആ മരത്തിന് എന്താ ബയോളജിക്കൽ നെയിം എന്താ നിൽക്കാറില്ല. ഞാൻ കഴിച്ചൂട്. ഇപ്പൊ ഗൈസ് 100 റുപ്യ മൂപ്പര് ആദ്യം പറഞ്ഞേ. പിന്നെ നമുക്ക് 50 റുപ്യക്ക് മൂപ്പര് സെറ്റാക്കി തന്നട്ടോ ഷൂ. അപ്പൊ
അപ്പൊ ഗൈസ് നമ്മളിനി വന്ന റൂട്ടില് ഒരു വെള്ളച്ചാട്ടല്ല എന്താ ഒരു അരുവിയില്ലേ, ഒരു അരുവി ഉണ്ട്, അടിപൊളി അരുവി. അതും കൂടി കണ്ടാൽ നമ്മുടെ ജീവിതം തന്നെ. അതെ, അതാണ് അതിൻ്റെതായിരിക്കും. അപ്പൊ ഗൈസ് നമ്മള് കാശ്മീർ വന്നിട്ട് വാങ്ങിയ കടല അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കടാ, കടല കാണിച്ചു കൊടുക്കണം. കാശ്മീർ വന്നിട്ട് വാങ്ങിയ കടല നോക്കൂ ഗൈസ്. ഇതൊക്കെ കടുകണ്ണയിലില്ലേ, കടുകണ്ണയിൽ വറുത്ത കടല കേട്ടോ. പച്ചക്കടല, ചുവപ്പ് കടല, സാധാ പട്ടാണി കടല പോലെ തന്നെ, പക്ഷെ കടുകണ്ണയിൽ വറുത്തതാ തോന്നുന്നുണ്ട്. വേറെ ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് ഇല്ല അമ്മോ അല്ലേ? ഞങ്ങള് നമ്മളെ സോനാമാർഗ് അവിടെ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്കുള്ള ഒരു അരുവിയാണ്. അങ്ങോട്ട് ഇറങ്ങി, ഇങ്ങോട്ട് ഇറങ്ങി, വാ വാ. ചന്ദ്രൻ ഉദിച്ചു ഗൈസ്. അതല്ല അരുവി എങ്ങനെ കിട്ടുക? അങ്ങോട്ട് പോയോ? റിസ്ക് ആണല്ലേ, അരുവിക്ക് ഇറങ്ങണ റിസ്ക് ആണ്. ഗൈസ് ഇതിന്റെ ബാക്കിൽ ഒരു അരുവി പോകണ്ടിട്ടോ. അരുവി ഇങ്ങനെ കാണാൻ പറ്റുണ്ടോ അറിയില്ല. ഇറങ്ങാൻ പറ്റുമോ? നമ്മള് സോനാമാർഗ് പോണ വഴിക്കുള്ള ഒരു അരുവി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. സമയം ഇരുടായോണ്ടാണ് ഒരു ഇത് കിട്ടാത്ത, ഒരു ഇത് കാണാത്ത. പറയൂ പറയൂ സജീവേട്ട പറയൂ. എല്ലാവരും എവിടെ പോയില്ലെങ്കിലും സോൻമാർഗ് പോകണം. കാശ്മീർ വന്നിട്ട് കുതിര സവാരി പോകണം. അതിപ്പോ 3000 കൊടുത്താലും നഷ്ടമില്ല നമുക്ക്. പക്ഷെ നമ്മള് കൊടുത്തില്ല, 1000 കൊടുത്തില്ല. അതെ, 1000 കൊടുത്ത് മുമ്പര് ഗോഡറയുടെ കടിച്ച് പൊളിച്ച് അടുക്കി. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം, അങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. അതെ ചേട്ടാ, നമ്മള് തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. വണ്ടി സ്റ്റാർട്ടാക്കി. മെയിൻ സത്യല്ലേ, അമ്മേ എങ്ങനെയുണ്ട്? അപ്പൊ കഴിച്ച് ഞങ്ങള് സോനാമാർഗിൽ നിന്നും ശ്രീനഗറിലെത്തി. ശ്രീനഗറിലാണ് പെരുന്തണുപ്പ് കേട്ടോ അല്ലേ? മഞ്ഞിന് തീരെ തണുപ്പില്ല. ശ്രീനഗറിനൊരു പ്രത്യേക തണുപ്പാട്ടോ. അവിടുന്ന് വരുന്നവരെ ഇത്ര തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ല. വൈകുന്നേരമായി തുടങ്ങിയ മുതൽ അതും ഇന്ന് രാവിലെ ഇവിടെ ഭയങ്കര കോടയും മഞ്ഞും തണുപ്പും. മഞ്ഞില്ലാത്ത തണുപ്പില്ല, മഞ്ഞില്ലാത്തടത്ത് പെരും തണുപ്പ്. പിന്നെ വിറ്റെന്താ വെച്ചാൽ നമ്മുടെ റോട്ടുമ്പിൽ ഇറങ്ങി നടന്നു വരുമ്പോ ഫുള്ള് മലയാളികൾ. ഇത് കേരളത്തിൽ ചെന്നാൽ ബറോ കോളേജ് രാമനാട്ടുകാരാണ്. എത്ര മലയാളികൾ കാര്യമായിട്ട് മലയാളികളുള്ളത്. അപ്പൊ ഞങ്ങളൊരു ചൂടായിട്ടൊരു കബാബ് കഴിക്കാൻ വന്നതാണ്. എന്താ അവസ്ഥ അറിയില്ല, ഇന്ന് കിട്ടുമോ അറിയില്ല. എടാ ഇന്ന് കിട്ടുമോ? അപ്പൊ ഗൈസ് ശ്രീനഗറിലെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ ഒരു കോഫി പറഞ്ഞു. ഇത് വെറും കോഫി അല്ല, ഇത് 60 റുപ്യേൻ്റെ കോഫി കേട്ടോ. ഇത് എന്താ പറയാ, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയാ ടേസ്റ്റ് ഉണ്ട്. ഗൈസ് നമ്മുടെ ടിക്ക് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഈ ബൈയാണ് നമുക്ക് ഉണ്ടാക്കിയത്. ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡേ ഇൻ ശ്രീനഗർ. അപ്പോൾ നാളെ നമ്മൾ നേരെ ഡൽഹിക്ക് പോകും. അപ്പോൾ അതിന്റെ മുന്നേ നമ്മളൊന്ന് രാത്രി ഇപ്പൊ സമയം ഏകദേശം 12 മണി കഴിഞ്ഞിട്ടോ. വെറുതെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയത്, ഒരു ചായ കുടിക്കാൻ വെച്ചിട്ട്. അതെ നമ്മളെ ചെക്കന്മാരൊക്കെ മുന്നിൽ പോയിട്ടോ. കട കടച്ചു തുടങ്ങി, ഒരു കോഫി കുടിക്കാൻ പോവായിരുന്നു. കോഫി കുടിച്ചു, അടിപൊളി. ആ പൂട്ടി വന്നിട്ടോ കട തോന്നുന്നു. 12 മണിയില്ലേ, നല്ല ചായ. എന്നാലും പോയേക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെ വീഡിയോ ലോകത്തിലെ ഏതെങ്കിലും കോണിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഇനി ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒന്നും കൂടി കറുത്ത കാർമ വീണ വെള്ളം മഞ്ഞ് കട്ടിയിടാം. ശരിയാ, മഞ്ഞ് വീണ് എടുക്കണ്ട് കാറിന്റെ മുകളിലൊക്കെ തിളങ്ങണ കാണാൻ. ആരാന്റെ കാറാണ്ട് വീഡിയോ എടുക്കാൻ കഴിയൂല. ഇനിയിപ്പോ തൊട്ട എങ്ങനെ അലാറമ കടിച്ചാലോ, അയച്ചാൽ നീച്ചാൽ പെടും. ഇന്ന് നമ്മൾ ശ്രീനഗർ നമ്മളെ റൂം സ്റ്റേയിൽ അവസാനത്തെ ദിവസമാണ്. നമ്മളെല്ലാവരും ചായ ബായി നമുക്ക് ഒരു ഊള ആലു പൊറാട്ട അച്ചാർ വാങ്ങി തന്ന്. താങ്ക് യു സോ മച്ച് ഭയ്യ. നല്ല ചണ്ടി ഫുഡ്, താങ്ക് യു സോ മച്ച്. अच्छा बहुत अच्छा है, थैंक यू सो मच. आप लोग भी बहुत अच्छा है. नेक्स्ट टाइम हम इधर आएगा, ठीक है? मम्मा पापा को साथ लेके. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ എങ്ങോട്ടേക്കൊക്കെ പോവാ, ഡൽഹി. ലെറ്റ്സ് ഗോ ഓഫ് ടു ഡൽഹി. കിട്ടില്ലടാ. ഓക്കേ ബൈ.
ഒരു പൊറാട്ടയും അച്ചാറോ ഗൈസ് തന്നത്. ആ അച്ചാറ് ചോറ് കയറാണെങ്കിൽ ഒരു കാര്യം അച്ചാർ തന്നില്ല. രാവിലെ നീച്ചിട്ട് ഒരു പൊറാട്ട എന്ന സാധനത്തേക്ക് അച്ചാറാണ്. ഇവിടെ ഉള്ളവർക്ക് അത് ചിലപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരിക്കും. പള്ളക്ക് ഒരു എരിച്ചിലാണ് ഗൈസ്. നല്ല പുകയുടെ ഇടയിലൂടെ നമുക്ക് നമ്മുടെ ഭാഷയെ കാണാം. നമുക്ക് എന്തെങ്കിലും ഗാത്തിട്ട് വന്നാലോ? അവൻ എന്താ കഴിച്ചോ? കഴിച്ചില്ല. ഹരീസ് ഞാൻ ഇന്നലെ കഴിച്ചാണ്. അതിനെ കൊണ്ടോടോ? കാശ്മീരിൽ നിന്നൊരു സുഹൃത്തിനെ. ഗൈസ് നമ്മൾ പോവാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് ശ്രീനഗറിൽ നിന്നും വിട പറയുകയാണ്. കാശ്മീരിന്റെ മണ്ണിൽ നിന്നും നമ്മൾ ഡൽഹിയുടെ മണ്ണിലേക്ക് പോവുകയാണ്. ഇനി ഒരു തിരിച്ചുവരവുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കണ്ടേ? വിളിക്കും ഇൻഷാ അല്ലാ. ശ്രീനഗറിലാണ് ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ബാച്ചുകൾ ഉണ്ടാക്കുന്നത്. അതിന്റെ മെയിൻ സ്ഥലങ്ങളാണ് ഇനിയിപ്പം നിങ്ങൾ കാണാൻ പോണ വിഷ്വൽസ്. അത് ഇവിടുന്ന് മേക്ക് ചെയ്തിട്ട് പല ബ്രാൻഡുകൾക്കും ഇവിടുന്ന് ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കുക, സപ്ലൈ ചെയ്യും. ശ്രീനഗരത്തെ ഇവിടുത്തെ മരം വെച്ചിട്ടാണ് അത്. നമ്മൾ ഈ ഏരിയയിൽ ഈ രണ്ട് ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും. അത് ഫാക്ടറികളാണ്. ഇവിടെ ഉള്ള വെറും ഡിസ്പ്ലേ മാത്രമേ കയറാൻ കടയിൽ. നമ്മുടെ നാട്ടിൽ 1000-2000 കൊടുക്കണം, ഇവിടുന്ന് 400-500 നമുക്ക് വാങ്ങാം. അപ്പോൾ ഗൈസ് ഇവിടുന്നാണ് എന്താ പറയുക നമ്മളെ നമ്മളെ മെയിൻ ക്രിക്കറ്റിലേക്കുള്ള ബാറ്റൊക്കെ പ്രിപ്പയർ ചെയ്യണേ ഇവിടുന്ന് കേട്ടോ. ഇതേപോലത്തെ ഒരുപാട് ഫാക്ടറികളുണ്ട് ഇവിടെ കുറേ ബാറ്റ് അടുക്കിയിട്ടാണ് ഞങ്ങള്. സാധനം എങ്ങനെയുണ്ട്? ഇതെത്ര? ഇതിനെത്ര? 500 രൂപയ്ക്ക്. നല്ല നമ്മളിപ്പോ പോയോണ്ടിരിക്കുന്ന ഈ റോഡില്ലേ, ഇതിന്റെ നടുവിലൊരു സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. എന്തിനാ വെച്ചാല് ആർമീൻ്റെ ഒക്കെ ഫ്ലൈറ്റ് ഇറക്കാം. അതിനാണ് ഇങ്ങനെ ഒരു മാർക്കിംഗ് ഒക്കെ ചെയ്ത സംഭവം. ഗൈസ് ഇത് ഫായിസിന്റെ ഡ്രസ്സാണ്. അതിന് അടിയാണ് രണ്ടാളും കൂടി കോസ്റ്റ്യൂമിൽ ഫോട്ടോ. ഇത് കാശ്മീരിൽ നിന്നാണെങ്കിൽ ഒരു ഭംഗിയുണ്ടായിന്. അടുത്താള് ബുക്കിട്. അങ്ങനല്ലടാ, നമ്മളെ മറ്റേ കാശ്മീര്, മഞ്ഞുള്ള കാശ്മീര്. ആ എന്താ കണ്ടന്റ്? ക്യാമ്പ് ഫയറാ? അല്ല, ഒരേ കൊണ്ടുപോവാ. നമ്മള് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ പോണേ. അല്ല, കാശ്മീരത്തെ തീപ്പെട്ടി കാണിച്ചു കൊടുക്കട്ടെ. ഓ സീന് തീപ്പെട്ടി. സൂപ്പറല്ലേ? സൂപ്പറാണ്, കത്തിച്ചോളി. കറക്റ്റാണ്. അപ്പൊ ഗൈസ് നമ്മള് കാശ്മീരില് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ഡ്രസ്സാണിത്. ഇതിന്റെ ഉള്ളില് ഓര് ഇങ്ങനത്തെ ഇതിന്റെ കൈ ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടെടുക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ കുട മാറ്റത്തെ സെറ്റപ്പ് ഉണ്ടോ? ചൂടാക്കി അങ്ങനത്തെ സാധനം ഉണ്ട്. കനല് പിടിച്ചാണ് നടക്കുന്നത്. അത് കൈ തന്നെയാണോ കിട്ടാ? പിടിച്ചു. ഇനി നമ്മൾ പോകുന്നത് ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ചായ റിവ്യൂ ചായക്ക് എണ്ണ എടുക്കാണ് ഉപ്പര്. ചായ കുടിച്ചൊന്ന് റിലാക്സ് ആയിട്ട് പോവാ. നമ്മളിങ്ങനെ ഡൽഹിക്ക് പോകാനുള്ള പരിപാടിയില്ല. നമ്മൾ ട്രെയിൻ ഏകദേശം 10-10:30 ആ ടൈം ആവും. പക്ഷെ നമ്മള് 8 മണി ആയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ നമുക്കൊന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരട്ടോ. അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ജമ്മു താവിയിലുള്ള അന്നപൂർണ ഭോജനാലയത്തിലാണ്. ഭോജനാലയ. ഞാൻ വന്നപ്പോ തന്നെ ഇവിടെ മുന്നിൽ ബാക്കില് മറ്റേ പ്ലെയിൻ ദോശ ഉണ്ടാക്കുന്നുണ്ടോ, നെയ് റോസ്റ്റ്. അത് കണ്ടപ്പോ വായില് വെള്ളം ഊറി. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ, ഓർഡർ ചെയ്ത് നോക്കാം. അപ്പൊ കഴിച്ച് നമ്മളെ സൗത്ത് ഇന്ത്യൻ എന്താ പറയാ, സൗത്ത് ഇന്ത്യൻ ഡിഷിന്റെ ഒക്കെ വില ഒന്ന് നോക്കിയിട്ട് നിങ്ങള് ഇങ്ങോട്ടേക്ക് കാണിച്ചു തരാം. മസാല ദോശ 120, മസാല ദോശ ഇൻ ബട്ടർ 140, ഒനിയൻ ദോശ ഒക്കെ 100 കളി. അതന്നെ വിശക്കുമ്പോ നന്നായിട്ട് കഴിക്കണം. 40 രൂപ കിട്ടണ മസാല ദോശ നമുക്ക് ഇവിടെ 120 രൂപ. അത് വേണം കൊടുക്കേണ്ടി വരും. ഇത് കാശ്മീരാണ്. ദിസ് ഇസ് ജമ്മു താവി.
സ്റ്റഫ് നാൻ ബട്ടർ ഇല്ല അതിൽ കറി ഇല്ല ഇതിപ്പോ പൈസ കുറെ പൊട്ടണ മട്ടാട്ടോ സിമ്പിൾ ലൈറ്റ് ആയിട്ട് കഴിക്കാറ് വന്നാണ്. ആ 1000 റുപ്യ കയ്യിലുള്ളതേ. എന്നിട്ട് ഇവർക്ക് വാണ്ടാത്ത വേണ്ടി ചായ വാങ്ങി വരുന്നുണ്ട് ഗായ്സ്. ആ കോഫി ഇതേതാ നെസ്കഫേന്റെ തന്നെ 20 വർത്താണല്ലോ അത്. കണ്ടിട്ട് നല്ല മജുണ്ടല്ലോ കാണാൻ. അപ്പൊ ഗായ്സ് ഇത് ഇന്നലെ നമ്മള് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കഴിച്ചില്ലേനോ, അതേമാതിരത്തെ ഏകദേശം ആ ടേസ്റ്റ് തന്നെ അല്ലേ? അവിടെ 60 ഇവിടെ 20 ഉള്ളൂ. ഏകദേശം ആ ടേസ്റ്റ് തന്നെ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ടേസ്റ്റാടാ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടടാ. 20 റുപ്യയിലുള്ള ആകെ 20 റുപ്യ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ഗൈസ്. ഇവിടെ ഒരുവിധം എല്ലാ ഹോട്ടലിലും ഇതേപോലെ പച്ചമുളക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പച്ചമുളക് ഇങ്ങനെ തിന്നു, അത് ഓരോരു ഫ്ലേവറാണ് അല്ലേ? ഒക്കെ പുറത്തേക്കാ പോയേ. അവരെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല? അതന്നെയാണ് മസാല ദോശ. അപ്പൊ ഗൈസ് എന്തായാലും നമുക്ക് കഴിച്ചിട്ട് കാണാം. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ജമ്മു മാർക്കറ്റിലാണുള്ളത്. ഇവിടെ കുറെ ആർമീന്റെ ബാഗ്, ആ ബാഗൊക്കെ കിട്ടിയ ഒരു ഉപകാരം അല്ലേ? വ്ളോഗൊക്കെ എടുക്കുമ്പോ കുറെ സാധനങ്ങൾ തിരികാനൊക്കെ. ആ ശരിയാ, നമുക്ക് ഇതേമാതിരത്തെ ബാഗ് വാങ്ങിയാലോ? ഇതേമാതിരത്തെ ബാഗ് നോക്കിയാ നമ്മളെ വ്ളോഗിന്റെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിട്ട് ഉണ്ടോ? അതാണ് എന്നെ നിരുത്സാഹപ്പെടുത്തു. അതായിരിക്കും. ഷൂ ഒക്കെ നോക്കിയാ. ആ എന്നോട് എന്താ ചാനലിന്റെ പേര് വെച്ച്? ആദർശ് പി സുരേഷ്. അത് സംബന്ധം അറിയാം, ഒരിക്കലും ആദ്യം അറിയാം. ആകസ്മികമായി കണ്ട ഫാൻസ് ആണ്. അഭിയായത് ഈ ചരടുണ്ടോ? ചരടുണ്ടോ അമ്പലത്തേക്ക് സമർപ്പിക്കാൻ? ഇപ്പൊ ഗൈസ് വേറൊരു ടൈപ്പ് മാർക്കറ്റ്, നമ്മൾ കാശ്മീർ കണ്ട പോലത്തെ മാർക്കറ്റ് അല്ല ജമ്മുവിലുള്ളത്. ജമ്മുവില് വേറൊരു ടൈപ്പ് മാർക്കറ്റ് ആണ് കേട്ടോ. ജമ്മുവിലെ ഒരു കുഞ്ഞു സ്ട്രീറ്റ് ആട്ടത്, റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു കുഞ്ഞു സ്ട്രീറ്റ് ആണ്. ഏതാ ലുക്ക്! എന്താ സർപ്രൈസ്? എന്റെ അപരനോ? എന്റെ അപരനോ? ഇവിടെ ഇവിടെ എന്റെ അപരെ ഗൈസ്, എന്റെ അപരനെ കിട്ടിയായിരുന്നു വിളിച്ചിരുന്നത്. ഇവനോ? ഇവനോ? ഇവനാരാ? ഇവനേതാ? ഗൈസ് ആ ബാക്ക് കാണാൻ ഇന്റെ പോലെ ഉണ്ട് ഇതൊക്കെ പറഞ്ഞ. എനിക്ക് തോന്നിയോ? പാവം ഗൈസ്, ആ ചെക്കൻ പേടിച്ചു പോയി. ഈ വേട്ടാവളിന്റെ പണിയാണ്. ഞാനല്ല, ഈ വേട്ടാവളിമാരെ പണിയാണ്. ഓനാകെ ബേജാറായി പോയി ആ ചെക്ക. എനക്ക് തോന്നി നിന്റെ പോലെ തോന്നിയോ?